പിന്നെ ഇത്രയേ ഉള്ളൂ, ചില കാര്യങ്ങൾ വലിയ ചതിവുകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത്, അത് മാത്രം പറയാനുള്ളൂ. കാര്യം വെച്ചാൽ നമ്മൾ എന്തോ ഒരു കാര്യം 1 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് പ്രചരിപ്പിച്ച് അത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് തോൽപ്പിക്കുക, അതൊരു അനാവശ്യ സംഭവമായിപ്പോയി. അല്ല, വളരെ നല്ലത്. വനിതകൾ വരുന്നത് അതിനെന്താ, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും കഴിവുള്ളവർ തന്നെയാണ്. നമുക്ക് മാത്രമല്ലല്ലോ കഴിവ്. ഇന്ന് എത്ര വലിയ വലിയ സ്ഥാനത്ത് സ്ത്രീകൾ ഇരിക്കുന്നു, അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ തെറ്റായ രീതിയിൽ കൂടെ ഇലക്ഷൻ ജയിക്കുക, അത് അവിടെ മാത്രമേ ഞാൻ എതിര് പറയുന്നുള്ളൂ. തെറ്റായ രീതിയിൽ ഞാനിപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയാമെങ്കിൽ, എന്നെക്കുറിച്ച് വളരെ അനാവശ്യമായ ചില അപവാദങ്ങളൊക്കെ പരത്തി ഉള്ള മഞ്ഞപ്പത്രങ്ങളിലും മഞ്ഞ ടി വികളിലും ഒക്കെ കൊണ്ടുവന്ന് വേണ്ടാത്ത ഏതോ ഒരു സുഹൃത്തിന് അയച്ച ഒരു വർഷം മുമ്പ് അയച്ച മെസ്സേജ് എടുത്ത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് നിരത്തി. അത് അങ്ങനെ സംഘടനയ്ക്കുള്ളിലുള്ളവർ ചതിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അതിപ്പം നമുക്ക് ഇതിനകത്ത് ആര് നല്ലവൻ ആര് മോശപ്പെട്ടവെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചതിച്ചവൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ഒരു ആത്മാവിനെ കൊല്ലുന്ന തുല്യമല്ലേ. ഒരു മനുഷ്യനെ കൊല്ലുന്നതിൽ അപ്പുറമല്ലേ ഒരു ആത്മാവിനെ കൊല്ലാന്നുള്ള ഒരു ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക. ഞാൻ ഇന്ന് വരെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ 50 വർഷമായി ഫിലിം ഫീൽഡിൽ വന്നിട്ട് 74 വന്ന ആളാണ്. ഇനി വലിയവനാണെന്നും പറയുന്നില്ല, സിനിമ ഇൻഡസ്ട്രിയിൽ അത്രയും വലിയൊരു സ്റ്റാറൊന്നുമല്ല ഞാൻ, അതെനിക്ക് സ്വയം അറിയാം. പക്ഷെ എന്നാലും ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ അവർ കാണിച്ചത്, ഏറ്റവും വലിയ ക്രൂരത. ഇത്ര വർഷമായിട്ട് അമ്മയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ വനിതകൾ ആദ്യമായിട്ടാണ് അമ്മയുടെ തലപ്പത്തേക്ക് ആദ്യമായിട്ടാണ് 2 വനിതകൾ അമ്മയുടെ തലപ്പത്തേക്ക്. 2 അല്ലല്ലോ, വേറെ ഉണ്ടല്ലോ, 4-5 പേര് വേറെയും വന്നിട്ടല്ലോ, കമ്മിറ്റിക്കകത്തും ഉണ്ടല്ലോ. അതെ, അത് അവർ നന്നായിട്ട് നയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. 2 പേരും നല്ല കഴിവുള്ളവരാണ്. ശ്വേതാ മേനോനാണെങ്കിലും കുക്കു പരമേശ്വരനാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല കഴിവുള്ള വ്യക്തികളാണ്. ആ പരാതി ഞാൻ കൊണ്ടിട്ട് സൈബർ സെല്ലിൽ കൊടുത്തു. അവർക്ക് അതിനെക്കുറിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടുത്തെ വലിയൊരു മുഖ്യൻ തന്നെയാണ്. പേര് ഞാനിപ്പോൾ അങ്ങനെ ഒരാളുടെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. അല്ല, ജയൻ ശരത്തിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ജയൻ ശരത്തിൽ ചെയ്തിട്ടില്ല. ഇത് എവിടെയോ ലീക്ക് ചെയ്ത് പോയി. ഇതിനകത്ത് കളിക്കുന്ന പലരും ഉണ്ട്, വലിയ കളിക്കാരുണ്ട്. അവർക്ക് അവരുടെ ആൾക്കാരെ വെച്ച് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാലേ അവരുടെ ചില തെറ്റായ പ്രവർത്തികൾ അവർ ചെയ്ത് അകത്തേക്ക് പോകാൻ. നാസർ ലത്തീഫിന്റെ പ്രതികരണമാണ് കേട്ടത്. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നു, അങ്ങനെ ഒരു തെറ്റായ പ്രവണത ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് അദ്ദേഹം മത്സരിച്ചത്. ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയും നാസർ ലത്തീഫുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയുമാണ് വിജയിച്ചത്. നാസർ ലത്തീഫിനെ വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ചെറിയ മോശം പ്രവണതകൾ കഴിഞ്ഞ 1 വർഷം മുമ്പ് അദ്ദേഹം ആർക്കും അയച്ച മെസ്സേജുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നടന്നു. അങ്ങനെ തോൽപ്പിക്കാനുള്ളൊരു ശ്രമം നടന്നു. ചിലർക്ക് അവരുടേതായ ആളുകളെ കൊണ്ട് തന്നെ ഇതിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെയാണ്. പക്ഷേ അദ്ദേഹം ആരാണ് ഇങ്ങനെയൊരു ശ്രമം നടത്തിയതെന്നോ ഒന്നും പറയാൻ തയ്യാറായില്ല. വെറുതെ കുറേ ഒരു ആരോപണം മാത്രമാണ്. ആരുടെ പേരോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. എന്തായാലും അടുത്ത മിനിറ്റ് സമയം 4:20 ആയിരിക്കുന്നു. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ പുതിയ നേതൃത്വം മാധ്യമങ്ങളെ കാണും. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ വിശദമാക്കും. അപ്പോൾ ഈ വിമർശനത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലും പ്രതികരണങ്ങൾ കൂടി പ്രതീക്ഷിക്കാവുന്ന